ഹലോ നമസ്കാരം. താരാസ് കൊണ്ടൊക്കെ ചെല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കാനഡയിൽ വന്നിട്ട് നമുക്കൊരു ആവോലി മീൻ കറി വയ്ക്കുന്ന വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആവോലി മീൻ വെച്ചിട്ട് ഒരു നല്ലൊരു തേങ്ങയൊക്കെ അടിച്ച് ചേർത്തിട്ടുള്ള മിക്സിയിൽ അടിച്ച് ചേർത്തിട്ടുള്ള മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അടിപൊളി കറിയാണിത്. ഇപ്പോൾ ഇവിടുത്തെ ആവോലി മീനും നല്ല ഫ്രഷായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഒട്ടും കേടാകാതെയും നല്ല ഫ്രഷായിട്ടുള്ള മീൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലാണ് നല്ല ചുമന്ന ചാറോടുകൂടിയ മീൻ കറിയാണ് വയ്ക്കണത്. നല്ല ടേസ്റ്റായിരുന്നു ഈ കറിക്ക്. അപ്പോൾ ഇത് കറിയൊക്കെ കൂട്ടിയതിന് ശേഷമാണ് ഞാനിപ്പോൾ വൈകിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വിധവും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇങ്ങനത്തെ വലിയ 2 ആവോലിയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയും കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ്, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഈ നല്ല ഫുഡ് ഗ്രേഡിൻ്റെ കവറിലായിട്ടാണിത് നമുക്ക് കിട്ടണത്. നമ്മളത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യമുള്ള എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ കവറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല കവറുകളിലാണ് ഇവർ ഇതൊക്കെ കൊണ്ടുവന്ന് സൂപ്പർ മാർക്കറ്റിൽ വെക്കണത്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. റോ ക്ലീൻഡ് കട്ടഡ് എന്നൊക്കെയാണ് എഴുതിയേക്കണത്. അപ്പം നമുക്കത് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 2 ഇടത്തരം മാങ്ങ എടുത്ത് പുളി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ സവാള വലുതായാലും പകുതി സവാളയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും കൂടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഇവിടെ നമ്മൾ അതും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കവറിൽ കിട്ടുന്നതാണ്. നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. എന്നിട്ട് നമ്മളത് നടത്തിയെടുത്തിട്ട് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിനി ഈ ആവോലി മീനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊട്ടും കേടാകെ ഒന്നും ചെയ്യാത്ത നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നമുക്കിത് നല്ല പഞ്ഞി പോലത്തെ മീനായ കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കൂട്ടാൻ. അപ്പോൾ ഇതിൻ്റെ അരികത്തുള്ള ചിറകും ഇതൊക്കെ ഒന്ന് നമുക്ക് കത്രികക്ക് വെട്ടിക്കളയാം. പിന്നെ ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കണ കാരണം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും തലയൊക്കെ ചെകിളയൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ആയാലും അധികം ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല വില കൊടുക്കണം. പക്ഷെ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ ഇത് തന്നെ ഞങ്ങൾ ഒരു തവണ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഈ ആവോലി മീൻ ഫ്രൈ ചെയ്തത് ഒരെണ്ണം വാങ്ങിച്ചതിന് നല്ല വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ആയാലും വില കൊടുക്കണം, നമ്മളിവിടെ ആയാലും ഇപ്പോൾ അത്രയൊക്കെ തന്നെ വിലയുള്ളൂ. പക്ഷെ ഇവിടെ ആയാലും നല്ല ക്വാളിറ്റിയുള്ള നല്ല മീൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇവർ തലഭാഗം കളയാത്തത് കുറച്ച് ആൾക്കാരൊക്കെ ആയാലും ഈ തലയുടെ പൂവും അതും ഇതൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതൊന്നും കളയാതെ വെച്ചേക്കണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും അതിൻ്റെ കുടലൊക്കെ ഇവർ ക്ലീൻ ചെയ്തിട്ടാണ് തന്നത്. വയറിൻ്റെ അവിടെ അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടലും ബാക്കി വേസ്റ്റുകളൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ തലയോട് കൂടി തന്നെ തരുന്നത്. ഇതേ കണ്ട ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കത്തിയും കൊണ്ട് നന്നായിട്ട് വടിച്ചെടുക്കാം. വടിച്ചതിൻ്റെ സൈഡിലുള്ള അഴുക്കുകളൊക്കെ നമുക്കൊന്ന് ചിരണ്ടി ഇങ്ങനെ കത്തിയും കൊണ്ട് തന്നെ ചിരണ്ടി കളയാം. പിന്നെ നമ്മളത് കുറച്ച് വിനാഗിരിയിൽ ഇട്ടതിന് ശേഷം വിനാഗിരി ഒന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കത്തിയും കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് വടിച്ച് അതിൻ്റെ ചെറിയതായിട്ടുള്ള അഴുക്കുകളൊക്കെ നമുക്ക് കളയാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതിയാവും. പിന്നെ ഇവിടെയൊക്കെ കല്ലോ ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഉരച്ചൊന്നും കഴുകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴുകിയാൽ മതിയാവും. പിന്നെ ഇതിൻ്റെ തൊലിയൊന്നും പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല. തൊലിയൊക്കെ കളഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റാവുന്നത് ഇതിൽ ഇങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ കത്തിയും കൊണ്ട് ഉരച്ചൊരച്ചൊക്കെ ഇങ്ങനെ വടിച്ചൊക്കെയാണ് എടുത്ത് ക്ലീൻ ചെയ്തത്. അങ്ങനെ പറയത്തക്ക അഴുക്കുകളൊന്നും ഇതിലുണ്ടായില്ല. പിന്നെ നമുക്ക് ഇനി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. എന്നിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വിനാഗിരിയിലിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം മീനിൻ്റെ തലയൊന്നും നമ്മൾ കളയണില്ല. ഇത് നമുക്ക് നല്ല മുറിച്ചുള്ള കത്തിയും കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നൊരു 3 കഷ്ണം അല്ല 4 കഷ്ണം എടുത്തിട്ട് നമ്മൾ വറുക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എയർ ഫ്രയറിലാണ് വറുക്കണത്. അപ്പോൾ അതിൽ വറുക്കുകയാണെങ്കിൽ എണ്ണയൊന്നും ഇട്ടൊഴിക്കാതെ നമ്മൾക്ക് എയർ ഫ്രയറിൽ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചിക്കനും മീനൊക്കെ ഇത് വറുക്കാനുള്ളത് ഏതായാലും എയർ ഫ്രയറിൽ വെച്ചിട്ട് തന്നെയാണ് വറുത്തെടുക്കണത്. അതിലാകുമ്പോൾ ഒട്ടും ഓയിലില്ലാതെ നമുക്ക് വറുത്തെടുക്കാൻ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ മറ്റേ പാനിലൊക്കെ ഇട്ട് വറുക്കുമ്പോൾ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് ഒഴിക്കണം. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യണത്, മറ്റേ എയർ ഫ്രയറിലിട്ടാണ് വറുക്കണത്. അപ്പോൾ ഈ മീൻ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നല്ല കഷ്ണങ്ങളായിട്ടാണ് അത് കിട്ടിയേക്കണത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണ ഇങ്ങനെ നല്ല കട്ടി പിടിച്ചിരിക്കണ കാരണം തന്നെ നമ്മൾ കത്തിയും കൊണ്ടോ സ്പൂൺ കൊണ്ടോ ആണ് എടുത്ത് നമ്മൾ പാനിലേക്ക് ഇടുന്നത്. എല്ലാം നല്ല കട്ട പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ കുത്തി അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരിയിടണം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് മെൽട്ടായി വരുമ്പോൾ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഈ മീൻകറി ഞാൻ വഴറ്റിയാണ് സവാളയൊക്കെ ഇട്ട് വഴറ്റിയാണ് വയ്ക്കുന്നത്. സാധാരണ ഞാൻ എല്ലാം പച്ചനെ തന്നെ കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് വെക്കലാണ് പതിവ്. അപ്പോൾ അതൊക്കെ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്
വഴറ്റി വെക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ അധികം കട്ടിയില്ലാത്ത മീനാണ്. അപ്പോൾ ഇത് മാങ്ങയൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ടൊന്ന് വഴറ്റി തേങ്ങരപ്പൊക്കെ ചേർത്ത് വഴറ്റി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് മെയിൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി എല്ലാവരും മാങ്ങയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു 5-6-7-8 മിനിറ്റ് മാത്രം ഇത് വേവിച്ചാൽ മതിയാകും. അപ്പോൾ ഈ മീൻ അധികം വേവില്ലാത്ത കാരണം നമ്മൾ കൂടുതൽ നേരോട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ആവോലി മീൻ എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ അത് വെക്കേണ്ട പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിയാതെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ട്. അതിലൊക്കെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും മതിയാകും. പിന്നെ നമ്മൾ തേങ്ങ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയാൽ മതിയാകും. എന്നാൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് മീനൊക്കെ തേങ്ങ അടിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാങ്ങ ഇട്ട് അത് തിളച്ച് വരുന്നതിന് ശേഷം മീനിടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുക്കുന്നത്. മാങ്ങയും തിളച്ചതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല തിളച്ച് വരുമ്പോഴാണ് മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ടതിന് ശേഷം നമുക്കൊരു 8-10 മിനിറ്റ് കൂടുതൽ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഞാൻ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുത്ത്. അപ്പോൾ മീനിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അപ്പോൾ തന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. എന്നിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതിൽ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആവോലി മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ